പി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങനെ ന്യൂ ജനറേഷൻ സ്കീമുകളെക്കുറിച്ചും പുതുതായിട്ട് വന്ന ഈ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. സാർ, നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ഈ വ്യവസായങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഞാൻ അങ്ങയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സാർ, എല്ലാം വളരെ പൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. അപ്പോൾ പുതിയത് നമുക്ക് കൊണ്ടുവരണം, പുതിയതിന് വേണ്ടിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നടത്തണം, പുതിയ ചാൻസ് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കണം. പക്ഷേ പണ്ട് മുതലേ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ തുറന്ന് അതേ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി എടുക്കുമോ? ട്രാവൻകൂർ സിമെൻറ്റ്സ് ഒരു പ്രത്യേക കാര്യമായി കൂടി ഞാൻ ചോദിക്കും. അങ്ങ് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ട്രാവൻകൂർ സിമെൻറ്റ്സിൻ്റെ. അങ്ങേക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് മാറ്റുന്നതിനുള്ള ഒരു നല്ല ശ്രമം നടന്നിരുന്നു. സർക്കാരിൻ്റെ ഒരു വകുപ്പല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ശക്തിപ്പെടുത്തി ലാഭകരമാക്കി മത്സരക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ ഈ സഭയിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇപ്പോൾ പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിഞ്ഞു. 24 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളത് ലാഭത്തിലേക്ക് വന്നു. നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളുടെ നഷ്ടം കുറച്ചു, ടേൺ ഓവർ കൂടി. അതുപോലെ തന്നെ അതിനകത്ത് പുതിയ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. കേരളത്തിൻ്റെ കെൽട്രോൺ അഭിമാനകരമായ രൂപത്തിൽ 1250 കോടി ടേൺ ഓവറുള്ള വലിയ സ്ഥാപനമായി കെൽട്രോൺ ഗ്രൂപ്പ് മാറിയിരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ട്രാവൻകൂർ സിമെൻറ്റ്സ് അങ്ങേക്ക് അറിയാവുന്നതുപോലെ കുറച്ച് പ്രതിസന്ധി നന്നായി ഉള്ള സ്ഥാപനമാണ്. അത് മെച്ചപ്പെടുത്തുമെന്നുള്ള പുതിയ MD വളരെ ട്രാൻസ്പെറൻ്റായി തന്നെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലം അത് വിൽപ്പനയ്ക്കുള്ള ശ്രമം നടന്നിരുന്നു അങ്ങയുടെ എല്ലാ ട്രേഡ് യൂണിയനുകളുടെ അനുമതിയോടുകൂടി. അതിനകത്ത് കുറച്ച് മുന്നോട്ട് പോയെങ്കിലും കോടതിയുടെ നടപടികൾ മൂലം കുറച്ച് വൈകിട്ടുണ്ട്. അതിനകത്ത് പുതിയ മാറ്റങ്ങൾ, ആ സ്ഥലം കൂടി ഇപ്പോൾ ഉള്ള സ്ഥലം കൂടി ഉപയോഗിച്ചുകൊണ്ട് അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങ് അതിന് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും.